ഹായ് ഫ്രണ്ട്സ്, മെൻറ്റേഴ്സ് അക്കാഡമിയുടെ 21 ഡേയ്സ് ചാലഞ്ചിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് നെറ്റ് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിച്ചു കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ PYQ ഡിസ്കഷനും ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് നെറ്റോ സെറ്റോ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ഓരോ വീഡിയോസും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് പോർഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഇത് നമുക്ക് ട്രൂ ഓർ ഫാൾസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താണ് ക്യാപിറ്റലൈസേഷൻ നോക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർ ഉണ്ടാകാം, പ്രിഫറൻസ് ഷെയർ ഉണ്ടാകാം, ഡിബഞ്ചർ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 5 lakh അതിൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് എന്ന് വിചാരിക്കുക. 2 lakhs പ്രിഫറൻസ് ഷെയർസും 3 lakhs ഡിബഞ്ചേഴ്സും ആണ് എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ് 5 lakhs പ്ലസ് 2 lakhs പ്ലസ് 3 lakhs, അതായത് 10 lakhs ആണ് ആ കമ്പനിയുടെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ പ്രപ്പോർഷനേറ്റ് ചെയ്തിരിക്കുന്നു. പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ 5 lakhs ഇക്വിറ്റി ക്യാപിറ്റലാണ്, 2 lakhs പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്, 3 lakh ഡിബഞ്ചർ ക്യാപിറ്റലാണ്. അപ്പോൾ ആ ഒരു പ്രപ്പോർഷനേറ്റ് എമൗണ്ട്സ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് പ്രപ്പോർഷനേറ്റ് എമൗണ്ട്സ് ദാറ്റ് മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചു കാണാറുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചറും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ എൻറ്റയർ ലയബിലിറ്റി സൈഡ് ഓഫ് എ ബാലൻസ് ഷീറ്റാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇനി നമുക്ക് നോക്കാം ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ഏതൊരു എക്സാമും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമും സെറ്റ് ആയിക്കോട്ടെ, നെറ്റ് അതുപോലെ തന്നെ PSC എക്സാമുകൾ, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാം ആയാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയറിയിൽ ആദ്യം നമുക്ക് നോക്കാം നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത് മാക്സിമം ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാക്സിമം പോസിബിൾ എക്സ്റ്റെൻഡ് ഡെറ്റ് ഫിനാൻസിങ് ആയാൽ ആ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ എത്രമാത്രം ഡെറ്റ് ആഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുമെന്നാണ് NI അപ്രോച്ചിൽ പറയുന്നത്. അതുകൂടാതെ ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഫേം ഷുഡ് യൂസ് മാക്സിമം പോസിബിൾ ഡെറ്റ് ടു അച്ചീവ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. NI അപ്രോച്ച് അനുസരിച്ച് ഒരു ഫേമിന് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തണമെങ്കിൽ മാക്സിമം പോസിബിൾ എക്സ്റ്റെൻഡ് ഡെറ്റ് ഫിനാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതിൻ്റെ അസംഷൻസ് നോക്കാം. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കുറവാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഇനി ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് റിസ്ക് പെർസെപ്ഷൻ റിമൈൻസ് അൺചേഞ്ച്ഡ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷനിൽ എത്രമാത്രം യൂസ് ഓഫ് ഡെറ്റ് ഇൻക്രീസ് ചെയ്താലും അവരുടെ റിസ്ക് പെർസെപ്ഷനിൽ മാറ്റമില്ലാതെ തുടരും എന്നാണ് മൂന്നാമത്തെ അസംഷൻ പറയുന്നത്. അസംഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം, എല്ലാ തിയറിയുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് തിയറി ഈസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഓർ NOI അപ്രോച്ച്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഡ്യൂറൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിൽ ഡെറ്റ് ഫിനാൻസിങ്ങിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അതേസമയം നെറ്റ് ഇൻകം അപ്രോച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റോ ഇക്വിറ്റിയോ എന്താണോ അതിൻ്റെ മിക്സ്, വട്ട് എവർ ദ മിക്സ് മേ ബി, ഏത് മിക്സ് ആണെങ്കിലും, അതായത് ഡെറ്റ് ഇക്വിറ്റി 50:50 ഓർ 20:80 ഓർ 0:100 എങ്ങനെ ആയാലും ഫേമിൻ്റെ വാല്യൂവിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും വ്യത്യാസങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. ഈ ഒരു തിയറിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നില്ല. ഏത് പ്രപ്പോർഷൻ ആണെങ്കിലും അത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ മെയിൻ അസംഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അസംഷൻ, മാർക്കറ്റ് ക്യാപിറ്റലൈസ് ദ വാല്യൂ ഓഫ് എ ഫേം ആസ് എ ഹോൾ.
മാർക്കറ്റ് വാല്യൂസ് ദ എൻറ്റയർ ഫേം ഫസ്റ്റ്, നോട്ട് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി സെപ്പറേറ്റ്ലി. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ഡെറ്റിനോ ഇക്വിറ്റിക്കോ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറയുന്നത്. ഇവിടെ ഒരു ഫേമിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് ആ ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ബിസിനസ് റിസ്ക് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് എവറി ലെവൽ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി മിക്സ്. ഡെറ്റ് ആൻഡ് ഇക്വിറ്റി മിക്സ് ഏതായാലും ഫേമിൻ്റെ വാല്യൂവിൽ ഡിഫറൻസ് വരില്ല എന്നാണ് നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് റിസ്ക് റിമൈൻ സെയിം ആണ്. ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ദീസ് ആർ ദ 3 അസംഷൻസ് ഓഫ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഇനി നെക്സ്റ്റ് ട്രഡീഷണൽ അപ്രോച്ചാണ്. ഫോർത്ത് പോയിന്റ് ഈസ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഈ 2 തിയറീസും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവരും സ്ഥിരമായി ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.